സന്നിധി തന്നിൽ നായക. ദൈവത്തിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും മറ്റൊരു പ്രഭാതത്തിലേക്ക് കടന്നു വരുവാണ്ടക്കണം സ്വർഗത്തിലെ ദൈവം നമുക്ക് നൽകിയ നല്ല അവസരത്തിനായി സ്തോത്രം. എല്ലാ മാന്യ പ്രേക്ഷകർക്കും കർത്താവ് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് പിന്തുടരുന്ന പ്രവൃത്തികൾ. ആധാരമായി കൊടുത്തിരിക്കുന്ന വെളിപ്പാട് പുസ്തകം 14-ാം അധ്യായത്തിൻ്റെ 13-ാമത്തെ വാക്യമാണ്. നമുക്കെല്ലാവർക്കും വളരെ സുപരിചിതമായ ഒരു വേദഭാഗമാണ്. അതിങ്ങനെ വായിക്കുന്നു: ഞാൻ സ്വർഗത്തിൽ നിന്നൊരു ശബ്ദം കേട്ടു, അത് പറഞ്ഞത് എഴുതുക, ഇന്നു മുതൽ കർത്താവിൽ മരിക്കുന്ന മൃതന്മാർ ഭാഗ്യവാന്മാർ. അതെ, അവർ തങ്ങളുടെ പ്രയത്നങ്ങളിൽ നിന്ന് വിശ്രമിക്കേണ്ടതാകുന്നു, അവരുടെ പ്രവൃത്തി അവരെ പിന്തുടരുന്നു. പലപ്പോഴും ഈ വചനത്തിൻ്റെ ആധികാരികത അല്ലെങ്കിൽ ഈ വചനത്തിൻ്റെ ശരിയായ വിവരണങ്ങൾ മരണവീടുകളിലാണ് നാം കേൾക്കാറുള്ളത്. പക്ഷെ ഇവിടെ നാം വായിക്കുന്നത് അവരുടെ പ്രവൃത്തി അവരെ പിന്തുടരുന്നു. എന്ത് പ്രവൃത്തിയാണ് പിന്തുടരുന്നത്? ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മനുഷ്യൻ അനേക പ്രവൃത്തികൾ ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ പ്രവൃത്തികൾ പിന്തുടരുന്നുണ്ടോ? മരണശേഷവും അവരെ പിന്തുടരുന്നുണ്ടോ എന്നൊരാശങ്ക ഒരു പക്ഷെങ്കിൽ പലരെയും പരിഭ്രമത്തിലേക്ക് നയിക്കും എന്നതിന് തർക്കമില്ല. ഇവിടെ എഴുതിയിരിക്കുന്ന ത്രിവിധ ദൂതുകൾ നമുക്കറിയാം. വെളിപ്പാടുകാരനായിരിക്കുന്ന വെളിപ്പാട് പുസ്തകം 14-ാം അധ്യായത്തിൻ്റെ 6 മുതൽ 12 വരെയുള്ള വേദഭാഗങ്ങൾ ത്രിവിധ ദൂതുകളെ ആസ്പദീകരിച്ചാണ്. ആ ദൂതിനു ശേഷം കൊടുത്തിരിക്കുന്ന ഒരു വാക്യമാണ് നാം വായിച്ചത്. ഞാൻ സ്വർഗത്തിൽ ഒരു ശബ്ദം കേട്ട് പറഞ്ഞത് എഴുതുക, ഇന്നു മുതൽ കർത്താവിൽ മരിക്കുന്ന മൃതന്മാർ ഭാഗ്യവാന്മാർ. എന്താണ് ഇതിൻ്റെ ആശയം? 1844 മുതലാണ് ത്രിവിധ ദൂതുകൾ ലോകമെമ്പാടും പ്രഘോഷിക്കാൻ തുടങ്ങിയത്. പ്രത്യേകിച്ച് സെവൻത് ഡേ അഡ്വന്റിസ്റ്റുകാരായിരിക്കും നാം. നമ്മുടെ ലക്ഷ്യം ലോകത്തിൻ്റെ എല്ലാ മുക്കിലും മൂലയിലും ഈ സുവിശേഷം പ്രസംഗിക്കണം എന്ന ഒരു ആശയമാണ്, അല്ലെങ്കിൽ ആ ഒരു ലക്ഷ്യത്തിലാണ് നാം എത്തിയിരിക്കുന്നത്. കാലം അതിൻ്റെ അന്ത്യത്തിലേക്ക് നീങ്ങുമ്പോൾ ഇപ്പോൾ ആഗോള വ്യാപകമായി സെവൻത് ഡേ അഡ്വന്റിസ്റ്റ് സഭയുടെ എല്ലാ പ്രവർത്തനങ്ങളിലും അല്ലെങ്കിൽ അതിൻ്റെ എല്ലാ ശുശ്രൂഷകളിലും അത് വൺ വോയിസ് 27 എന്ന ബാനറിൻ്റെ കീഴിൽ നടത്തുന്നതിൻ്റെ പ്രധാന ആശയം തന്നെ ഈ ത്രിവിധ ദൂത് എല്ലായിടത്തും വളരെ സ്പഷ്ടമായി എത്തിച്ചേരണം എന്നുള്ളത് കൊണ്ടാണ്. 3 മാലാഖമാരുടെ ദൂതിന് ശേഷം നാം മനസ്സിലാക്കേണ്ടത് ഈ ഒരു ദൂത് അല്ലെങ്കിൽ ഈ ഒരു വിലപ്പെട്ട സത്യം സ്വീകരിച്ച് ക്രിസ്തുവിൽ മരിക്കുന്ന മൃതന്മാർ ഭാഗ്യവാന്മാർ. അതൊരു ഭാഗ്യകരമായ ഒരു അവസ്ഥയാണ്. കാരണം അവരുടെ പ്രവൃത്തി അവരെ പിന്തുടരുന്നു. മരിച്ചുപോയ ഒരു മനുഷ്യനെ അവൻ്റെ പ്രവൃത്തി പിന്തുടരുന്നു എന്ന ഒരാശയം അല്ല നാം ഇവിടെ കാണേണ്ടത്. മറിച്ച് അദ്ദേഹം അറിയഞ്ഞ ദൂത് മറ്റൊരു വ്യക്തിയോട് പറയുന്നു, ആ വ്യക്തി മറ്റൊരു വ്യക്തിയോട് പറയുന്നു. ഇങ്ങനെ ആ ഒരു കണ്ടിന്യൂസ് പ്രോസസ്സായി ഈ ദൗത്യം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ആദ്യം നാം കേട്ടത് നമ്മോട് ആര് പറഞ്ഞു? ആ വ്യക്തി ഒരു പക്ഷെങ്കിൽ മരിച്ചുപോയി, മരിച്ചു മൺമറഞ്ഞു കാണും. അപ്പോഴും അദ്ദേഹം തുടങ്ങി വെച്ച പ്രവൃത്തികൾ തലമുറയോളം കൈമാറി ലോകം മുഴുവൻ ക്രിസ്തുവിൻ്റെ സുവിശേഷം എത്തുന്നു എന്ന നിലയിലാണ് ആ പ്രവൃത്തി വരെ പിന്തുടരുന്നത്. കർത്താവ് യേശു ക്രിസ്തു തൻ്റെ ശിഷ്യന്മാരെ ആ ഒരു വലിയ ദൗത്യം ഏൽപ്പിച്ചു, നമുക്കറിയാം. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായത്തിൻ്റെ 18 മുതൽ 20 വരെ ഉള്ള വേദഭാഗങ്ങളിൽ നാം കാണുന്നതാണ്. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെ ഉപദേശിപ്പാൻ തക്കവണ്ണം പഠിപ്പിച്ച സകല ജാതികളെ ശിഷ്യരാക്കണം. ആ ഒരു ദൗത്യം അല്ലെങ്കിൽ ആ ഒരു വിലപ്പെട്ട സന്ദേശം കർത്താവിൻ്റെ ശിഷ്യന്മാർ മരിച്ചു 2000 വർഷം കഴിയുമ്പോഴും അവർ ചെയ്തു പോയ ആ പ്രവൃത്തി അവരെ അവരെ പിന്തുടരുന്നു എന്നതിനേക്കാൾ ആ ഒരു ദൗത്യം നമ്മൾ ഏറ്റെടുക്കുമ്പോൾ ആ പ്രവൃത്തിയാണ് പിന്തുടരുന്നത്. അതിനൊരിക്കലും ഒരു മരണമില്ല. പ്രവൃത്തി ഇങ്ങനെ പിന്തുടരുന്നു. ആകയാൽ ഈ രാവിലെ സമയം എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ നാം ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നല്ല നല്ല പ്രവൃത്തികൾ നമ്മെ പിന്തുടരുവാൻ തക്കവണ്ണം നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കേണ്ടത് ആവശ്യമാണ്.
തലമുറകളായി നമുക്ക് നമ്മുടെ മക്കൾക്കും നമ്മുടെ കൊച്ചുമക്കൾക്കും കർത്താവ് അനുവദിച്ചാൽ പിന്നീട് വരാനുള്ള തലമുറകൾക്കും നാം കൈമാറ്റപ്പെടുന്ന സന്ദേശത്തിൻ്റെ സാരാംശം അല്ലെങ്കിൽ അതിൻ്റെ സതുദ്ദേശം ദൈവഹിത പ്രകാരമായിരുന്നാൽ നാം ധന്യരായി മാറും എന്നതിന് തർക്കമില്ല. ഇവിടെ നാം കാണുന്നത് മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായത്തിൻ്റെ 14-ാമത്തെ വാക്യം പലപ്പോഴും നാം അനേക വേദികളിൽ കേൾക്കുകയും ഉച്ചരിക്കുകയും ചെയ്യുന്ന ഒരു വാക്യമാണ്. രാജ്യത്തിൻ്റെ സുവിശേഷം സകല ജാതികൾക്കും സാക്ഷ്യമായി ഭൂലോകത്തൊക്കെയും പ്രസംഗിക്കപ്പെടും, അപ്പോൾ അവസാനം വരും. ഈ ഒരു ദൗത്യമാണ് ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്നത്. അത് നമ്മെ പിന്തുടരുന്നു. ആ ഒരു ഭാഗ്യകരമായ അവസ്ഥയിലും കർത്താവിൻ്റെ ശിഷ്യന്മാർ ക്രിസ്തുവിൽ മരിച്ചു, ഒരു മൺമറഞ്ഞു പോയിട്ടും ആ ഒരു ദൗത്യം കാലാകാലങ്ങളായി അനേകരിലേക്ക് പിന്തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു ശരിയായ പിന്തുടരുന്ന അവസ്ഥയിലേക്ക് മുന്നേറുവാൻ തക്കവണ്ണം ദൈവം നമ്മെ സഹായിക്കട്ടെ. നമ്മുടെ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകൾ ദൈവനാമ മഹത്വത്തെ നമുക്ക് വിനിയോഗിക്കാം. അതിന് നമുക്ക് ദൈവത്തിൽ ആശ്രയിക്കാം, നമ്മുടെ കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, നല്ല സമയത്തിനായി സ്തോത്രം. വീണ്ടും ഒരു ഞങ്ങൾ പ്രഭാതം കാണുവാൻ ഞങ്ങളെ സഹായിച്ചു. ഇന്ന് പകലിൽ ഞങ്ങളെ സഹായിക്കണം. ജീവിപ്പാൻ ആവശ്യമായ ദൈവകൃപ തരണം. ഞങ്ങളുടെ പ്രവർത്തനങ്ങളും ചിന്തകളും ദൈവനാമ മഹത്വത്തിന് ഉതകുവാൻ തക്കൊണ്ട് ഞങ്ങളെ സഹായിക്കണം. അവിടുത്തെ കരങ്ങളിലേക്ക് ഞങ്ങളെ താഴ്ത്തുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. എല്ലാം അവിടുത്തെ പ്രിയപുത്രന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. ഒരിക്കൽ കൂടി നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വന്ദനം അറിയിക്കുന്നു. പ്രത്യേകിച്ച് സൗത്ത് കേരള സെക്ഷൻ്റെ എല്ലാ പ്രവർത്തനങ്ങളെയും നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഓർക്കണം. ഈ മീഡിയ മിനിസ്ട്രി അനേകരിലേക്ക് എത്തുവാൻ ഇടയായി തീരട്ടെ. അതിന് നിങ്ങളുടെ പ്രാർത്ഥന ഉതകട്ടെ. ദൈവം നമ്മെ സഹായിക്കട്ടെ. താങ്ക് യു.